ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് എങ്ങനെ നല്ലൊരു ഡിസൈൻ ചെയ്ത ഒരു ബാത്റൂം എങ്ങനെ ചെയ്തെടുക്കുക, എന്നാൽ തലയും കാര്യങ്ങളൊന്നും മുട്ടാത്ത രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് തല മുട്ടാത്ത രീതിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ സ്റ്റെയറിൻ്റെ താഴെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 7 അടി ഹൈറ്റ് എങ്കിലും നമുക്ക് സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് കിട്ടാവുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നും ആണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിലും നമുക്ക് അത്രയും താഴ്ത്തി വേണം ബാത്റൂം ഇടാനായിട്ട്. അപ്പോൾ അത്രയും താഴ്ത്തി കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലെവലിൽ ചെയ്യണം. അപ്പോൾ ഏകദേശം എങ്ങനെ വന്നാലും ഒരു 2 ഇഞ്ച് താഴ്ത്തി, അതായത് നമ്മുടെ ഈ പറയുന്ന റൂമിനേക്കാൾ 2 ഇഞ്ച് താഴ്ത്തി നമുക്ക് ബാത്റൂം കിട്ടും. അപ്പോൾ റൂമിൻ്റെ അകത്തേക്ക് വെള്ളം കയറാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പിന്നെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്റ്റെയറിൻ്റെ ആ ഏരിയയിൽ, സ്റ്റെയറിൻ്റെ ആ ഏരിയ വന്നിരിക്കുന്ന ഏരിയയിൽ നമ്മൾ ഒരു തലയിടിക്കാത്ത രീതിയിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രീതി, അവിടെ ഒരു വാഷ് ബേസിൻ കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാഷ് ബേസിൻ യൂസ് ചെയ്തിട്ട് തല പൊക്കുന്ന സമയത്ത് നമുക്ക് തലയിടിക്കാത്ത രീതിയിലായിരിക്കണം, അത് അത്രയും താഴ്ത്തി വേണം ബാത്റൂം ഇടാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം ഹൈറ്റ് കിട്ടുന്ന ഏരിയ എവിടെയാണോ അവിടെ ആയിരിക്കണം നമ്മൾ ഷവർ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മാക്സിമം ഹൈറ്റ് കിട്ടുന്ന ലാൻഡിങ്, സ്റ്റെയറിൻ്റെ ലാൻഡിങ് വരുന്നതിൻ്റെ തൊട്ട് താഴെയാണ്. അതുകൊണ്ട് ആ ലാൻഡിങ് വരുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ഷവറിൻ്റെ, റെയിൻ ഷവറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് ഷവറാണെങ്കിലും മാക്സിമം ഹൈറ്റ് താഴ്ത്തി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷവറിൻ്റെ ഏരിയ നമുക്ക് അവിടെ കൊടുത്തു. അപ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമുക്ക് ഫ്രീ ആയിട്ട് നിന്ന് കുളിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ഓക്കെയാണ്. പിന്നെ ക്ലോസറ്റ് ഇതിൻ്റെ സെൻട്രലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്ലോസറ്റ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫ്ലോർ മൗണ്ടർ നിലത്തുറപ്പിക്കുന്ന ക്ലോസറ്റാണ് കൊടുക്കുന്നത്. നിലത്തുറയ്ക്കുന്ന ക്ലോസറ്റ് കൊടുത്തു. അപ്പോൾ അത്രയും സേഫ്റ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ എക്സോസ്റ്റിന് പോയിൻ്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഒരു പോയിൻറ്റും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ റൂമിൽ നിന്നും നമ്മൾ ബാത്റൂം സ്റ്റെയറിൻ്റെ അണ്ടറിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മാക്സിമം നമുക്ക് 7 അടി ഹൈറ്റ് കിട്ടാവുന്ന രീതിയിലായിരിക്കണം ബാത്റൂം ചെറുതായിട്ടൊന്ന് താഴ്ത്തിയിടുക. അതായത് നന്നായിട്ട് തന്നെ താഴ്ത്തിയിടുക. ഒരിക്കലും റൂമിൻ്റെ ലെവലിൽ ഈ ഏരിയയിൽ ഇടാൻ നിൽക്കരുത്. അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളം കാര്യങ്ങളെല്ലാം റൂമിലേക്ക് വരാനുള്ള ചാൻസസ് കാര്യങ്ങൾ കൂടുതലാണ്. പിന്നെ നമ്മൾ ഡോറ് പിടിപ്പിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഡോറ് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് നിന്ന് പിടിപ്പിക്കുകയാണെങ്കിൽ, അതകത്താണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ കുളിക്കുന്ന വെള്ളം കാര്യങ്ങൾ ഡോറിലേക്ക് തെറിച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ അകത്തേക്ക് കയറാതെ നമ്മുടെ ബാത്റൂമിലേക്ക് തന്നെ വീഴുന്ന രീതിയിൽ കൊടുക്കാൻ ഡോറ് പിടിപ്പിക്കുന്ന വ്യക്തികളോട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ ചെയ്തു തരും. അപ്പോൾ ടൈല് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ ഗ്രൂ ഇട്ടിട്ട് വേണം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 220 mm വരുന്ന രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 220 mm എന്ന് പറയുന്നത് 22 സെൻറ്റിമീറ്റർ നമ്മുടെ ഭിത്തിയിൽ നിന്നും പൈപ്പിൻ്റെ 4 ഇഞ്ച് പൈപ്പിൻ്റെ സെൻറ്റർ വരാവുന്ന രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ബാത്റൂം ആയതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് തടസ്സങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മൾ നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് വാഷ് ബേസിൻ നമ്മൾ ഒരു കോർണറിലേക്ക് കൊടുത്തു, പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ ഈ പറയുന്ന ക്ലോസറ്റ് കൊടുത്തു, പിന്നെ അടുത്ത സ്റ്റെയറിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് കുളിക്കുന്ന ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് സ്റ്റെയർ വരുന്നത്. ഈ സ്റ്റെയറിൻ്റെ ഏരിയയിലാണ് നമ്മൾ താഴെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിൻ്റെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ, നമുക്ക് ചെറിയ ബാത്റൂം ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചാൽ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് എങ്ങനെ ചെയ്യാം, എന്നാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലും കുളിക്കുന്ന വെള്ളം തന്നെ പുറത്തേക്ക്, അതായത് റൂമിലേക്ക് വരാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.